നമസ്കാരം. IPL മത്സരത്തിനിടെ തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ടാക്കി തിരിച്ചു വിളിച്ചതിൽ കൂടുതൽ വിശദീകരണവുമായി മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ രംഗത്ത്. ഇന്നലെ RCBക്കെതിരായ മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ. ലക്നൌവിനെതിരെ തിലക്കിനെ തിരിച്ചു വിളിച്ച നീക്കം മുംബൈയെ വിജയത്തിൽ എത്തിച്ചില്ലെന്ന് മാത്രമല്ല, ആരാധകരിൽ നിന്നും മുൻ താരങ്ങളിൽ നിന്നും ടീമിനും ടീം മാനേജ്മെന്റിനുമെതിരെ കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. ലക്നൌവിനെതിരായ മത്സരത്തിന് മുമ്പ് തിലക്കിന്റെ വിരലിന് പന്തുകൊണ്ട് പരിക്കേറ്റിരുന്നുവെന്നും ഇതുകാരണം ഫോമിൽ ബാറ്റ് ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് തിലകിനെ റിട്ടയർഡ് ഔട്ടാക്കി തിരിച്ചു വിളിച്ചതെന്നും ഹാർദിക് പാണ്ഡ്യ വിശദീകരിച്ചു. അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നെന്നും വിരലിലെ പ്രശ്നം കാരണം പുതിയ താരം ഇറങ്ങി കളിക്കുന്നതാണ് നല്ലതെന്ന് പരിശീലകന് തോന്നിയെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു. സംഭവം ഇങ്ങനെയാണ്. ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ ഏപ്രിൽ 4-ന് ഏകന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെയായിരുന്നു ഈ സംഭവ വികാസങ്ങൾ. മുംബൈ ഇന്നിംഗ്സിന്റെ 19-ാം ഓവറിലെ 5-ാം പന്തിന് ശേഷമാണ് തിലക് വർമ്മയെ മുംബൈ റിട്ടയർഡ് ഔട്ടാക്കി തിരിച്ചു വിളിച്ചത്. ലക്നൌ ഉയർത്തിയ 204 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്നതിനിടെ 23 ബോളിൽ 25 റൺസുമായി ബാറ്റിംഗിൽ താളം കണ്ടെത്താനാകാതെ വന്നപ്പോഴാണ് ടീം മാനേജ്മെന്റ് താരത്തെ തിരികെ വിളിച്ചത്. പകരം അയച്ചത് ന്യൂസിലാൻഡ് താരം മിച്ചൽ സാന്ററിനെയാണ്. പക്ഷേ ഈ നീക്കം ഫലം കണ്ടില്ല. മുംബൈ 12 റൺസിന് തോൽക്കുകയും ചെയ്തു. കാര്യങ്ങൾ മുംബൈയുടെ കൈക്കുള്ളിൽ വഴങ്ങാതിരുന്നതോടെയാണ് ഒരു പുതിയ ബാറ്ററെ ക്രീസിൽ വേണമായിരുന്നുവെന്നും അതുകൊണ്ടാണ് തിലക്കിനെ റിട്ടയർഡ് ഔട്ടാക്കാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു മുംബൈ പരിശീലകൻ മഹേല ജയവർദ്ധനയുടെ വിശദീകരണം. ഒരു താരത്തിന് പരിക്കു പറ്റിയാലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ബാറ്റിംഗ് തുടരാൻ സാധിച്ചില്ലെങ്കിൽ ബാറ്റർക്ക് റിട്ടയർഡ് ഔട്ട് ആവാം. ഇതിന് അമ്പയറുടെ അനുമതി വേണ്ടിവരും. ഈ താരത്തിന് എപ്പോൾ വേണമെങ്കിലും ബാറ്റിംഗ് പുനരാരംഭിക്കാം. എന്നാൽ അമ്പയറുടെ അനുമതി ഇല്ലാതെ ക്രീസ് വിടുന്ന താരങ്ങളാണ് റിട്ടയർഡ് ഔട്ടിലേക്ക് നീങ്ങുന്നത്. ഇങ്ങനെയുള്ള താരങ്ങൾക്ക് വീണ്ടും ബാറ്റിംഗിന് ഇറങ്ങണമെങ്കിൽ എതിർ ടീം ക്യാപ്റ്റന്റെ അനുമതി ആവശ്യമാണ്.